RDX ആദ്യ വിഷയത്തിലേക്ക്. നിലമ്പൂരിന്റെ ചൂണ്ടുവിരലിൽ മഷി പുരളാൻ മണിക്കൂറുകൾ മാത്രം ബാക്കി നിൽക്കെ പുത്തനൊരു വിവാദം പൊട്ടിവീണിരിക്കുന്നു. CPIM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ വഴി അടിയന്തരാവസ്ഥാ കാലത്ത് ഇന്ദിരാഗാന്ധി സർക്കാരിന്റെ ദുഷ്ചെയ്തികൾക്കെതിരെ RSSുമായി ചേർന്ന് പ്രവർത്തിച്ചിട്ടുണ്ട് എന്നായിരുന്നു വിവാദ പ്രസ്താവന. 50 ആണ്ട് മുമ്പ് കടന്നുപോയ, നിലവിലും ജീവിച്ചിരിക്കുന്ന നിരവധി പേരുടെ രാഷ്ട്രീയ ഓർമ്മകളിലുള്ള രേഖപ്പെടുത്തപ്പെട്ട ഒരു ചരിത്രകാലത്തെ ഓർമ്മിപ്പിച്ചെടുത്തതിലെ നാക്കുപിഴ മാത്രമാണോ MV ഗോവിന്ദന്റെ പ്രസ്താവന? UDF ആരോപിക്കുന്നത് മണ്ഡലത്തിൽ നിന്ന് ഹിന്ദു വോട്ടുകൾ സംഭരിക്കാനുള്ള തന്ത്രം എന്നാണ്. പോളിംഗ് തീരുവോളവും അതങ്ങനെ തന്നെ കത്തിച്ചു നിർത്താനാകും UDF ശ്രമിക്കുക. ആദ്യം കാണാം RDX റാപ്പ്. വോട്ടെടുപ്പിന് മണിക്കൂറുകൾ മാത്രം ശേഷിക്കെയാണ് UDFന് പ്രയോഗിക്കാനുള്ള രാഷ്ട്രീയ ആയുധം CPIM സംസ്ഥാന സെക്രട്ടറി തന്നെ ഇട്ടുകൊടുത്തത്. അടിയന്തരാവസ്ഥ കാലത്ത് ജനതാ പാർട്ടിയുമായി സഹകരിച്ചു എന്നതിനു പകരം RSSുമായി സഹകരിച്ചിട്ടുണ്ട് എന്ന് ഗോവിന്ദൻ പറഞ്ഞതാണ് രാഷ്ട്രീയ മണ്ഡലത്തെ ഇളക്കി മറിച്ചത്. അടിയന്തരാവസ്ഥ കഴിഞ്ഞ ഘട്ടത്തിൽ RSSുമായി ചേർന്ന പോലെ ചില ഘട്ടങ്ങളിൽ ജമാഅത്തെ ഇസ്ലാമിയുമായി ചേർന്നതിനെ കണ്ടാൽ മതിയെന്നും രാഷ്ട്രീയ സഖ്യം ഉണ്ടാക്കിയില്ല എന്നുമായിരുന്നു ഗോവിന്ദന്റെ പരാമർശം. MV ഗോവിന്ദന്റെ പ്രസ്താവനയെ കൃത്യമായി ഉപയോഗിക്കുന്ന UDFനെയാണ് പിന്നാലെ കണ്ടത്. നിലമ്പൂരിൽ RSSന്റെയും BJPയുടെയും വോട്ട് സ്വരാജിന് വീഴണമെന്ന ഓർമ്മപ്പെടുത്തലാണ് സംസ്ഥാന സെക്രട്ടറിയുടെ പ്രസ്താവന എന്നാണ് UDFന്റെ വാദം. അതിനായി ബോധപൂർവം നടത്തിയ നീക്കമാണ് ഇതെന്നും UDF നേതൃത്വം ആരോപിക്കുന്നു. വോട്ടെടുപ്പിന്റെ തലേന്ന് വീണുകിട്ടിയ വിവാദത്തെ അനുകൂലമാക്കാൻ UDFും പ്രതിരോധിക്കാൻ CPIMും ശ്രമിക്കുന്നതാണ് ഇന്നത്തെ രാഷ്ട്രീയ ചിത്രം. RDX റാപ്പ് ന്യൂസ് മലയാളം. നമുക്ക് ഡാറ്റ ഷീറ്റ് കൂടെ പരിശോധിച്ചിട്ട് വരാം. MV ഗോവിന്ദൻ പറഞ്ഞത് എന്താണ് എന്ന് നമുക്ക് ഇതിനകം വ്യക്തമായിട്ടുണ്ട്. അനിവാര്യ ഘട്ടത്തിൽ RSSുമായി CPIM ചേർന്നിട്ടുണ്ട് എന്ന പ്രസ്താവനയാണ് വലിയ വിവാദമായി മാറിയത്. അടിയന്തരാവസ്ഥ ഘട്ടത്തിൽ യോജിക്കാവുന്ന എല്ലാവരുമായി സഹകരിച്ചിരുന്നുവെന്ന് അദ്ദേഹം പിന്നീട് വിശദീകരിച്ചു. അടിയന്തരാവസ്ഥ അർദ്ധഫാസിസമായിരുന്നു, അപ്പോൾ മറ്റൊന്നും നോക്കേണ്ടതില്ല എന്ന നിലപാടാണ് CPIM സംസ്ഥാന സെക്രട്ടറി പറഞ്ഞത്. സത്യസന്ധമായി കാര്യങ്ങൾ പറഞ്ഞാൽ വിവാദം എന്തിനാണെന്നും MV ഗോവിന്ദൻ ചോദിക്കുന്നുണ്ട്. അഭിമുഖത്തിൽ രാജ്യത്ത് ദേശീയ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചത് 1975 ജൂൺ 25-നാണ് എന്ന് നമുക്കറിയാം. ഇന്ദിരാഗാന്ധിയുടെ തെരഞ്ഞെടുപ്പ് വിജയം റദ്ദാക്കിയ 75 ജൂൺ 12 കോടതി വിധിക്ക് ശേഷമുണ്ടായ സംഭവ വികാസങ്ങൾക്കൊടുവിലായിരുന്നു അത്. അലഹബാദ് ഹൈക്കോടതി ഇന്ദിരയെ 6 വർഷത്തേക്ക് മത്സരിക്കുന്നതെന്നും വിലക്കുകയുണ്ടായി. അലഹബാദ് ഹൈക്കോടതി ഇന്ദിരാഗാന്ധിയുടെ ഉപദേശത്തിൽ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചത് രാഷ്ട്രപതി ഫക്രുദ്ദീൻ അലി അഹമ്മദ് ആയിരുന്നു എന്ന് നമുക്ക് ഓർമ്മയുണ്ട്. നീണ്ടുനിന്നത് 21 മാസക്കാലമാണ്. അടിയന്തരാവസ്ഥ 77 മാർച്ച് 21-നാണ് അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കപ്പെട്ട ശേഷം പിൻവലിക്കുന്നത്. 77 ജനുവരി 23-ന് രാഷ്ട്രീയ തടവുകാരെ ജയിൽ വിമുക്തരാക്കി. പൊതു തെരഞ്ഞെടുപ്പിന് ആഹ്വാനവും അതിന് തൊട്ടു പിന്നാലെ ഉണ്ടായി. അടിയന്തരാവസ്ഥ അതാണ്. ഇന്ത്യ ചരിത്രത്തിലെ ഇരുണ്ട കാലമാണ്. മൗലികാവകാശങ്ങൾ റദ്ദാക്കപ്പെട്ടു, മനുഷ്യാവകാശങ്ങൾ അപ്രസക്തമായി, രാജ്യത്താകെ പോലീസ് രാജ് നടപ്പാക്കി, നീതി നിഷേധങ്ങൾ തുടർക്കഥയായി, പൗരാവകാശങ്ങളെ പരിമിതപ്പെടുത്തുന്ന നിയമങ്ങൾ പാസാക്കുകയും നടപ്പാക്കുകയും ചെയ്തു ഇന്ദിരാഗാന്ധി സർക്കാർ. പത്രങ്ങൾ സെൻസർ ചെയ്യപ്പെട്ടു, പത്രപ്രവർത്തകരെ കലാകാരന്മാരെയും അറസ്റ്റ് ചെയ്ത് പീഡിപ്പിച്ചു. സർക്കാരിനെ വിമർശിക്കുന്ന പുസ്തകങ്ങളും നാടകങ്ങളും പാട്ടുകളും മറ്റ് കലാരൂപങ്ങളും നിരോധിക്കപ്പെടുകയുണ്ടായി. മിസ നിയമപ്രകാരം രാഷ്ട്രീയക്കാരെയും ചെറുപ്പക്കാരെയും അറസ്റ്റ് ചെയ്ത് തടവിലിടുകയുണ്ടായി. ലോക്കപ്പുകളും ജയിലുകളും ഇടിമുറികളായി. ലോക്കപ്പിൽ നിരവധി പേർ മരിച്ചു. ആ കാലത്ത് ചേരി നിർമ്മാർജ്ജനത്തിന് ക്രൂര പദ്ധതികളുണ്ടായിരുന്നു. യുവാക്കളെ നിർബന്ധമായി വന്ധ്യംകരിച്ചു എന്നതും നമുക്കറിയാവുന്നതാണ്. ഈ നിർബന്ധിതമായി വന്ധ്യംകരിച്ചത് 11 ദശലക്ഷം ഇന്ത്യക്കാരെയാണ്. 11 ദശലക്ഷം ഇന്ത്യക്കാരെ, 20 ലക്ഷം പൗരന്മാരെ തടവിലിട്ടു. 20% പ്രതിപക്ഷ ജനപ്രതിനിധികളെയും ജയിലിലടച്ചു. ഈ സംഭവങ്ങളൊക്കെ ഉണ്ടായ ഇന്ത്യ ചരിത്രത്തിൽ ഇരുണ്ട കാലമായിരുന്നു അടിയന്തരാവസ്ഥ. ഇന്ദിരക്കെതിരായ വിശാല യോജിപ്പ് അക്കാലത്തോടെ അടിയന്തരാവസ്ഥയെ എതിർത്ത വിവിധ പാർട്ടികൾ ചേർന്ന് 1977 ജനുവരിയിലാണ് പാർട്ടി ഉണ്ടാക്കിയത്. ഇന്ദിരക്കെതിരായി ജയപ്രകാശ് നാരായണന്റെ നേതൃത്വത്തിൽ വിശാല ഐക്യം തന്നെ രാജ്യത്ത് രൂപപ്പെട്ടു വന്നു. വിവിധ പാർട്ടികൾ സ്വന്തം കമ്മിറ്റികൾ പിരിച്ചുവിട്ടും സംഘടനാ സംവിധാനങ്ങൾ ഉപേക്ഷിച്ചും ഇതിനകത്തേക്ക് ലയിക്കുകയായിരുന്നു. സോഷ്യലിസ്റ്റ് പാർട്ടി, സംഘടനാ കോൺഗ്രസ്, ഭാരതീയ ലോക്ദൾ എന്നിവ ഒരുമിച്ചു. പിന്നീട് ജനസംഘവും അതിനകത്തേക്ക് വന്ന് ലയിച്ചു. 1977 തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചു. ചരിത്രത്തിൽ ആദ്യ കോൺഗ്രസ് ഇതര സർക്കാർ അങ്ങനെയാണ് ജനതാ പാർട്ടിയുടേതായിട്ട് വന്നത്. അടിയന്തരാവസ്ഥ വിരുദ്ധ പോരാട്ടത്തിൽ മുന്നിലുണ്ടായിരുന്ന CPIM ജനതാ പാർട്ടിയോട് ആ കാലത്ത് സഹകരിച്ചിട്ടുണ്ട്. ജനതാ പാർട്ടിയിലും RSSലും ഒരേ സമയം അംഗത്വമുള്ളവർ ചോദ്യം ചെയ്യപ്പെട്ടു എന്ന് നമ്മൾ കാണുന്നുണ്ട്. ഇരട്ട അംഗത്വ പ്രശ്നം വന്നതോടെ ജനസംഘം നേതാക്കൾ ജനതാ പാർട്ടി വിടുകയായിരുന്നു ആ കാലത്ത്. പിന്നീട് 79 ജൂലൈയിൽ ജനതാ പാർട്ടി പിളർന്നു. മൊറാർജി രാജിവെച്ചു. ചരൺ സിംഗ് പ്രധാനമന്ത്രിയായി മാറി. ഇതൊക്കെ രാഷ്ട്രീയ ചരിത്രത്തിലുള്ളതാണ്. ജനസംഘം നേതാക്കളായ വാജ്പേയിയും അദ്വാനിയും ചേർന്ന് 1980-ൽ BJP രൂപീകരിച്ചു. അങ്ങനെയാണ് ഇപ്പോൾ നമ്മൾ രാജ്യം ഭരിക്കുന്ന BJPയിലേക്ക് എത്തിയത്. ഇന്ന്
ഇതുമായി ബന്ധപ്പെട്ട് ഇന്നുണ്ടായ വിശദീകരണങ്ങളും പ്രതികരണങ്ങളും കൂടി പെട്ടെന്ന് നോക്കി വരാം. പ്രസ്താവന വിവാദമായതോടെ CPIM ഒരു ഘട്ടത്തിലും RSSുമായി രാഷ്ട്രീയ കൂട്ടുകെട്ട് ഉണ്ടാക്കിയിട്ടില്ല എന്നാണ് MP ഗോവിന്ദൻ വന്ന് വിശദീകരിച്ചത്. വർഗീയതയെ അതിനിശ്ചിതമായിട്ട് എതിർത്തുകൊണ്ടാണ് നിലമ്പൂർ നിയോജകമണ്ഡലത്തിലെ ഉപതെരഞ്ഞെടുപ്പിൻ്റെ ഭാഗമായിട്ട് ആദ്യാവസാനം വരെ ഞങ്ങളെല്ലാവരും നിലപാട് സ്വീകരിച്ച് മുമ്പോട്ടേക്ക് പോയത്. RSSുമായി CPIM ഇന്നേ വരെ ഒരു രാഷ്ട്രീയ കൂട്ടുകെട്ടും ഉണ്ടാക്കിയിട്ടില്ല. ഇന്നലെയുമില്ല, ഇന്നുമില്ല, ഇനി നാളെയും ഉണ്ടാവില്ല. വർഗീയതയെ RSSുമായി ഒരു കാലത്തും CPIMന് സഹകരണം ഉണ്ടായിട്ടില്ല എന്ന് അല്പം മുമ്പ് മുഖ്യമന്ത്രി പിണറായി വിജയനും പറഞ്ഞു. അടിയന്തരാവസ്ഥാ കാലത്തെ അർദ്ധഫാസത്തെ ആരുടെയും തണലിൽ നിന്നല്ല CPIM എതിർത്തത് എന്നും പിണറായി വിജയൻ പറഞ്ഞു. 1925 ഈ സംഘടന രൂപം കൊള്ളുന്നത്. ഇന്ന് വരെ അവരോട് ഐക്യപ്പെടാൻ കമ്മ്യൂണിസ്റ്റുകാർ പോയിട്ടില്ല. അവരോടുള്ള കാര്യത്തിലുള്ള സമീപനം ഇന്നലെയും യോജിപ്പില്ല, ഇന്നും യോജിപ്പില്ല, നാളെയും യോജിപ്പുണ്ടാവില്ല. ഇതാണ് CPIMൻ്റെ അവരുള്ള നിലപാട്. RSS എന്നല്ല, ഒരു വർഗീയ ശക്തിയോടും ഞങ്ങൾ ഐക്യപ്പെടില്ല. അതുകൊണ്ടാണ് എല്ലാ വർഗീയ ശക്തികളും ഞങ്ങളെ എതിർക്കാൻ തയ്യാറാകുന്നത്. നിലമ്പൂരിൽ RSSന്റെ സഹായം തേടുന്ന പ്രണയാർദ്രമായ ഓർമ്മപ്പെടുത്തലാണ് CPIM സംസ്ഥാന സെക്രട്ടറി നടത്തിയതെന്നാണ് VD സതീശൻ പരിഹസിച്ചത്. ഈ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിന്റെ തൊട്ടു മുമ്പ് എന്താണ് ഈ പഴയ സൗഹൃദത്തെ പറ്റി CPM ഓർക്കാൻ കാര്യം? നമ്മൾ വേർപിരിഞ്ഞെങ്കിലും, ഇടയ്ക്ക് വേർപിരിഞ്ഞെങ്കിലും പണ്ട് നമ്മൾ വലിയ കൂട്ടുകാരായിരുന്നു, നമ്മൾ ഒരുമിച്ചായിരുന്നു എന്ന ഒരു പ്രണയിനിയുടെ പ്രണയാർദ്രമായ അപേക്ഷ പോലെ ഇപ്പോൾ സഹായിക്കണം എന്നുള്ളൊരു അപേക്ഷയാണ്. ഇത് RSSന്റെയും BJPയുടെയും സഹായത്തിന് വേണ്ടിയിട്ടുള്ള ഒരു പ്രണയാർദ്രമായ ഒരു ഓർമ്മപ്പെടുത്തലാണ് യഥാർത്ഥത്തിൽ ഇപ്പോൾ നടന്നിരിക്കുന്നത്. ഇടതുപക്ഷം സഹകരിച്ചത് RSSനോടല്ല ജനതാ പാർട്ടിയുമായാണെന്ന് നിലമ്പൂരിലെ LDF സ്ഥാനാർത്ഥി M സ്വരാജ് രാവിലെ പറഞ്ഞു. ജനതാ പാർട്ടി രൂപീകരിക്കപ്പെട്ടപ്പോൾ അതിൽ വ്യത്യസ്ത ധാരകളിലുള്ളവരുണ്ടായിരുന്നു. അങ്ങനെയാണല്ലോ 77-ലെ തെരഞ്ഞെടുപ്പ് നടക്കുന്നു. ആദ്യത്തെ കോൺഗ്രസ് ഇതര ഗവൺമെൻറ് ഉണ്ടാവുന്നു. മൊറാർജി ദേശായി ആയിരുന്നു ആ ഗവൺമെൻറ്റിനെ നയിച്ചത്, എല്ലാവർക്കും അറിയാം, പ്രധാനമന്ത്രിയായിരുന്നു. അപ്പോൾ മൊറാർജി ദേശായിയെ പ്രധാനമന്ത്രിയാക്കിയ തെരഞ്ഞെടുപ്പാണ് 77-ലെ തെരഞ്ഞെടുപ്പ്. ആ തെരഞ്ഞെടുപ്പിൽ ജനതാ പാർട്ടിയാണ്, ജനസംഘമല്ല, BJP അല്ല. ജനതാ പാർട്ടിയിലാവട്ടെ വ്യത്യസ്ത ധാരകളുള്ളവരെല്ലാം അതിൻ്റെ ഭാഗമായിരുന്നു. ആ ജനതാ പാർട്ടിയുമായാണ് ഇടതുപക്ഷം സഹകരിച്ചത്. MP ഗോവിന്ദന്റെ പരാമർശം CPIMന്റെ ചരിത്ര രേഖയിലുള്ളതാണെന്ന് നിലമ്പൂർ UDF സ്ഥാനാർത്ഥി ആര്യാടൻ ഷൗക്കത്തും പറഞ്ഞു. ജനസംഘവുമായി 1977 പരസ്യമായി സഖ്യമുണ്ടാക്കിയിട്ടാണ് കോൺഗ്രസ് ആദ്യമായിട്ട് ഇന്ത്യയിൽ നിന്ന് അധികാരത്തിൽ നിന്ന് താഴെ ഇറങ്ങുന്നത്. അതിനു മുമ്പ് 1967 തന്നെ കോൺഗ്രസിനെ താഴെ ഇറക്കാൻ 3-4 സംസ്ഥാനങ്ങളിൽ ജനസംഘവുമായി സഖ്യമുണ്ടാക്കിയിട്ടുണ്ട് എന്ന് വളരെ വ്യക്തമായി കമ്മ്യൂണിസ്റ്റ് പാർട്ടി തന്നെ അവരുടെ പാർട്ടി രേഖയിൽ തന്നെ പറഞ്ഞിട്ടുണ്ട്. താൻ ഉന്നയിച്ച സഹകരണ ആരോപണം MP ഗോവിന്ദന്റെ വായിൽ നിന്ന് അറിയാതെ പുറത്തു വന്നതാണെന്ന് PB അൻവർ ഇതോട് പ്രതികരിച്ച് പറഞ്ഞു. എന്തൊക്കെയോ പറഞ്ഞിട്ട് പ്രതിക്രിയാവാദികളോ എന്തോ വിഘടനവാദികളും തമ്മിലുള്ള അന്തർധാര എന്നൊക്കെ പറഞ്ഞിട്ട് അയാൾ രക്ഷപ്പെടാൻ ശ്രമിക്കുന്നുണ്ട്. പക്ഷേ അത് വളരെ 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 പച്ചയായ സത്യമായി നിൽക്കുകയാണ്. നിലമ്പൂരിൽ RSS വോട്ട് ലഭിക്കാനുള്ള കള്ളക്കളിയാണ് MP ഗോവിന്ദൻ്റെതെന്ന് രമേശ് ചെന്നിത്തലയും പറഞ്ഞു. ഇവർ തമ്മിലുള്ള അന്തർധാര വളരെ വ്യക്തമാണ്. അത് ഇപ്പോൾ ഇത് പറയാനുള്ള കാരണം M സ്വരാജൻ ആരെങ്കിലും വോട്ട് ചെയ്യുന്നെങ്കിൽ ചെയ്യട്ടെ എന്നുള്ള വളരെ കൂർമ്മ ബുദ്ധിയോടുകൂടിയുള്ള ഒരു നിലപാടാണ് CPM സംസ്ഥാന സെക്രട്ടറി സ്വീകരിച്ചിരിക്കുന്നത്. പക്ഷേ ഇതിപ്പോൾ വലിയ ചർച്ചയാണ്, ഇനിയും ഒരുപാട് കാലത്തേക്ക് നീണ്ടുനിൽക്കുന്ന ചർച്ചയാണ്. ഈ പറയുന്ന MP ഗോവിന്ദൻ്റെ പ്രസ്താവന അനവസരത്തിലുള്ളതും അബദ്ധവുമായി പോയി എന്നൊരു തോന്നലാണ് എനിക്കുള്ളത്. പക്ഷേ
അതിനുള്ള രാഷ്ട്രീയ സാഹചര്യവും അദ്ദേഹത്തിൻ്റെ ചരിത്രപരമായിട്ടുള്ള കാര്യങ്ങളും അദ്ദേഹത്തിന് പെശകൊന്നും പറ്റിയിട്ടില്ല എന്ന് ഞാൻ വിചാരിക്കുന്നു. പക്ഷേ എന്താ തോന്നുന്നത്? തീർച്ചയായും ആ പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം, അവിടെ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്ന സ്ഥാനാർത്ഥിയെ സംബന്ധിച്ചിടത്തോളം ഒക്കെ കുറച്ച് സുഖകരമല്ലാത്ത ഒരു സാഹചര്യത്തിലേക്ക് ഈ ചർച്ച ഈ ഘട്ടത്തിൽ കൊണ്ടുചെന്ന് എത്തിച്ചിട്ടുണ്ടോ എന്നുള്ള കാര്യത്തിൽ സംശയമൊന്നുമില്ല. അതായത് ഇപ്പോൾ നമ്മൾ തമാശ മട്ടിൽ പറയുകയാണെങ്കിൽ ചില ഈ കല്യാണപ്പുരകളിലൊക്കെ ചില അതിന് മേൽനോട്ടം വഹിക്കുന്ന ചിലരുണ്ടാവും, ചില അമ്മാവന്മാരുണ്ടാവും. അവർ ഈ അതുവരെ കായികമായി ഒക്കെ അധ്വാനിക്കേണ്ട ഒത്തിരി പരിപാടികൾ പഴയ കല്യാണ വീടുകളിലൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ ചെറുപ്പക്കാരെല്ലാം കൂടെ വല്ലാതെ അധ്വാനിച്ചൊരു വഴിക്കാക്കി കല്യാണം അങ്ങ് കഴിയുമ്പോൾ തന്നെ പിന്നെ അവരാലോചിക്കുന്നത് ശരി നാളെ നേരം വെളുത്തിട്ട് പന്തലഴിക്കാമെന്ന് വിചാരിക്കുമ്പോൾ ഈ അമ്മാവന് അത് പറ്റത്തില്ല, അപ്പം തന്നെ പന്തലഴിച്ചേ പറ്റൂ എന്നുള്ള ചില നിലപാടുകൾ. അപ്പം അതുപോലെ കൂടുതൽ നിമിഷം ഒന്ന് ഈ അവിടെ മണ്ഡലത്തിൽ പണിയെടുത്തവരൊക്കെ ഒന്ന് ഇരുന്നതാണ്, ഒന്ന് വിശ്രമിക്കാമെന്ന് കരുതിയതാണ്. സൈബർ ലോകത്തൊക്കെയുള്ള സോഷ്യൽ മീഡിയയിലൊക്കെയുള്ള ആളുകളെല്ലാം ഒന്ന് വിശ്രമിക്കാമെന്ന് തീരുമാനിച്ചപ്പോഴാണ് ഈ കമൻറ്റ് വരുന്നത്. അപ്പോൾ ഇന്ന് ഒരു ദിവസം സമ്പൂർണ്ണമായും അവർക്ക് മാത്രമാണോ? ഗോവിന്ദമാഷിന് മാറ്റി വെക്കേണ്ടി വന്നു അതിന് സമയം. മുഖ്യമന്ത്രി ഇന്ന് വിശദമായി സംസാരിച്ചത് മൊത്തം അതിനുള്ള വിശദീകരണങ്ങളാണ്. സ്ഥാനാർത്ഥി തന്നെ രാവിലെ 10-15 മിനിറ്റ് എടുത്ത് വിശദീകരിച്ചത് എന്താണ് ആ കാലത്ത് സംഭവിച്ചത് എന്നാണ്. അപ്പോൾ അങ്ങനെ ഒക്കെ ഇടതുമുന്നണിയെ സംബന്ധിച്ചിടത്തോളം കുറച്ച് സങ്കീർണമായ ഒരു സാഹചര്യം ഈ ദിവസം സൃഷ്ടിച്ചു എന്നുള്ള കാര്യത്തിൽ സംശയമൊന്നുമില്ല. മാത്രമല്ല ഇതിനകത്ത് 2 കാര്യങ്ങൾ എനിക്ക് പറഞ്ഞ് ഞാൻ അങ്ങ് അവസാനിപ്പിക്കാം. ഒന്നാമത്തത്, ഇപ്പോൾ 1 മിനിറ്റ് കൊണ്ട് ഗോവിന്ദമാഷ്ക്ക് ഈ വിവാദം തീർക്കാമായിരുന്നു, ഒറ്റ മിനിറ്റ് കൊണ്ട്. അതായത് വേറൊന്നുമല്ല, ഞാൻ RSS അല്ല യഥാർത്ഥത്തിൽ ഞാൻ ഉദ്ദേശിച്ചത് ജനതാ പാർട്ടിയാണ്. ജനതാ പാർട്ടി എന്ന് പറയുന്നത് ജനതാ പരിവാറാണല്ലോ, എല്ലാ സംഗതികളും എല്ലാം ഒത്തുചേരുന്ന ഒരു സംവിധാനമായിരുന്നല്ലോ, അതാണ് ഉദ്ദേശിച്ചത് എന്ന് ലളിതമായി പറഞ്ഞാൽ തീരുന്ന ഒരു പ്രശ്നം അത് ഇത്രയും വളർത്തേണ്ടതുണ്ടായിരുന്നോ എന്ന് ഗോവിന്ദമാഷ് ആലോചിക്കട്ടെ, അവരുടെ പാർട്ടി ആലോചിക്കട്ടെ. കാരണം അദ്ദേഹം അത് തിരുത്താനല്ല തയ്യാറായത്, പിന്നെ അത് വിശദീകരിക്കാനാണ് തയ്യാറായത്. മറ്റൊരു സാഹചര്യത്തിലാണെങ്കിൽ, മറ്റൊരു തലത്തിലാണെങ്കിൽ ഈ വിശദീകരിക്കുന്നത് നല്ലതാണ്. എന്തായാലും ഇപ്പോൾ ജൂൺ 25-ാം തീയതി 50-ാം വാർഷികം വരികയാണ് അടിയന്തരാവസ്ഥയെക്കുറിച്ച് ഇവർക്ക് ദീർഘം വിശദീകരിക്കാനുണ്ടാവും. മാത്രമല്ല രസകരമായ ചർച്ച ഇത്തവണ അടിയന്തരാവസ്ഥയുടെ വാർഷികത്തിലുണ്ടാകും എന്നുള്ള കാര്യത്തിൽ സംശയവുമില്ല. അപ്പോൾ അതിൻ്റെ ഒരു സാഹചര്യം തുറന്നിടുന്നു എന്നൊക്കെ വേണമെങ്കിൽ കരുതാം. പക്ഷേ അത് ഈ തെരഞ്ഞെടുപ്പിൻ്റെ മുഹൂർത്തത്തിൽ വേണമായിരുന്നു എന്നുള്ളതാണ് എൻ്റെ സംശയം. അതിന് കാരണം, ഞാൻ ഈ ചർച്ചയ്ക്ക് ഇങ്ങോട്ട് കയറുന്നതിന് തൊട്ട് മുമ്പ് വരെ എൻ്റെ ഒരു സുഹൃത്തിൻ്റെ കോൾ വന്നു. ഇത് തന്ത്രപരമായ ഒരു നിലപാടാണോ എന്നാണ് എന്നെ വിളിച്ച ആൾക്ക് അറിയാനുള്ളത്. സത്യത്തിൽ അങ്ങനെയാണ് എന്ന് ഞാൻ കരുതുന്നേയില്ല. ഇതൊരു അബദ്ധം സംഭവിച്ചത് തന്നെയാണ് ഗോവിന്ദമാഷ്ക്ക്. അത് ആ ഘട്ടത്തിൽ തിരുത്തിയില്ല എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത്. ഇതിനകത്ത് സനീഷ ഒരു കാര്യം, ഇപ്പോൾ പുതിയ കാലത്ത് ഇതൊരു വിഷ്വലായിട്ടാണല്ലോ, ഒരു വീഡിയോ ആയിട്ടാണ് പുറത്തേക്ക് വരിക. ഒരു സോഷ്യൽ മീഡിയയിൽ ഇവരുടെ ഒരു വീഡിയോ, ഒരു വിഷ്വൽ, ഒരു ദൃശ്യത്തിൽ അറ്റൻഷൻ സ്പാൻ എന്ന് പറയുന്നത് 1.7 സെക്കൻഡ് മുതൽ 8 സെക്കൻഡ് വരെയാണ്. അത് ഫേസ്ബുക്കിൽ 1.7 സെക്കൻഡ് മുതൽ 2.5 സെക്കൻഡ് വരെ, ഇൻസ്റ്റാഗ്രാമിൽ 1.7 സെക്കൻഡ്, യൂട്യൂബിൽ 3 മുതൽ 5 സെക്കൻഡ് വരെ. ജെൻസിയുടെ കാര്യത്തിലുണ്ടല്ലോ ഇതിനേക്കാൾ താഴെയാണ്, 1.3 സെക്കൻഡ്സ് ആണ്. ഇതിനിടയ്ക്ക് അവിടെ ഫിക്സ് ആവുന്ന ഒരൊറ്റ വാചകങ്ങൾ, ഈ 3 വാക്കുകൾ എന്തൊക്കെയാണ്? CPM RSSുമായി സഹകരിച്ചു. അതിനപ്പുറത്ത് എന്ത് വിശദീകരണം വന്നാലും ഈ ഹുക്ക് എന്ന് പറയുന്നത്, ഈ ദിവസത്തെ ഹുക്ക് എന്ന് പറയുന്നത് ആ 3 വാക്കുകളാണ്. അത് പാർട്ടിയും ആലോചിക്കണമായിരുന്നു, ഗോവിന്ദമാഷും ആലോചിക്കണമായിരുന്നു എന്നുള്ളത് തന്നെയാണ് എനിക്ക് പറയാനുള്ളത്. ഇനി രണ്ടാമത്തെ കാര്യം, ഈ അടിയന്തരാവസ്ഥയുമായി ബന്ധപ്പെട്ട് ഇനി ഈ പറഞ്ഞ സാഹചര്യമുണ്ടല്ലോ, ഈ വിശദീകരിച്ച സാഹചര്യം എന്ന് പറയുന്നത് എങ്ങനെയാണ്? അതായത് ഇത് സത്യത്തിലൊരു നോൺ ഇഷ്യൂ ആണ്. പ്രതിപക്ഷം ഇതൊരു തെരഞ്ഞെടുപ്പ് കാലമായതുകൊണ്ട് ഇങ്ങനെ അങ്ങ് കത്തിക്കുന്നു എന്നതാണ് വാസ്തവം. ഈ ചർച്ച ചെയ്ത് പോയാൽ നമ്മൾ എവിടെയാണ് എത്തുക? കാരണം നമ്മൾ ചരിത്രത്തിലേക്ക് എപ്പോഴും തിരിഞ്ഞു നോക്കുമ്പോൾ വിചിത്രം എന്ന് പറയാവുന്നതും അസംഭവ്യം എന്ന് നമ്മൾ കരുതുന്നതുമായ ഒട്ടേറെ കാര്യങ്ങൾ സംഭവിച്ചിട്ടുണ്ട് ചരിത്രത്തിൽ. ഇപ്പോൾ അതിൻ്റെ ഈ ജനതാ പാർട്ടി ഉണ്ടല്ലോ, ഈ സംഘപരിവാർ RSS, അദ്വാനിയും വാജ്പേയിയും ഒക്കെ ഉണ്ടായിരുന്ന പാർട്ടി എന്ന് പറയുന്ന പാർട്ടിയുടെ ആശയ അടിത്തറ എവിടെ നിന്നാണ് വരുന്നത്? അത് ജയപ്രകാശ് നാരായണൻ്റെ സമ്പൂർണ്ണ ക്രാന്തിയിൽ നിന്നാണ് ആ സാധനം വരുന്നത്. അതിൻ്റെ അടിത്തറയിലാണ് ഈ സംവിധാനം കെട്ടിപ്പടുക്കുന്നത്. അതിൽ ആരൊക്കെയാണ് ഉണ്ടായിരുന്നത്? അതിൻ്റെ പാർട്ടി ഏതൊക്കെയാണ്? സംഘടനാ കോൺഗ്രസ്, അതുപോലെ ജനസംഘം, പിന്നെ സമാജ്വാദി സോഷ്യലിസ്റ്റ് പാർട്ടി, ഭാരതീയ ലോക്ദൾ, കോൺഗ്രസ് ഫോർ ഡെമോക്രസി, സോഷ്യലിസ്റ്റ് പാർട്ടി, വേറൊരു സോഷ്യലിസ്റ്റ് പാർട്ടി കൂടിയുണ്ട്. ഇതെല്ലാം കൂടെ ഈ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു അലുവയും മത്തിക്കറിയും എന്നൊക്കെ പറയത്തില്ലേ, ആ മട്ടിലുള്ള ഒരു സംവിധാനം. അതിനകത്ത് ആരൊക്കെ ഉണ്ടായിരുന്നു? നമ്മൾ കേരളത്തിൽ നോക്കിക്കഴിഞ്ഞാൽ K. സുധാകരൻ അന്നതിന്റെ യുവജന വിഭാഗത്തിന്റെ സംസ്ഥാന പ്രസിഡന്റാണ്. അപ്പൊ അങ്ങനെയുള്ള ഒരു സംവിധാനമാണ് അത് എന്തുകൊണ്ടുണ്ടായി? ഒരൊറ്റ കാര്യം കൂടി പറഞ്ഞ് ഞാൻ അങ്ങ് അവസാനിപ്പിക്കുക. അത് എന്തിനുണ്ടായി? അടിയന്തരാവസ്ഥയെ ചെറുക്കാൻ. എന്താണ് ഈ അടിയന്തരാവസ്ഥ? സനീഷ് ഇവിടെ നേരത്തെ പറഞ്ഞില്ലേ, 1,10,00,000 പേരെ വന്ധ്യംകരിച്ചു, ബലമായിട്ട് പിടിച്ചുകൊണ്ട് പോയിട്ട്. അതുപോലെ ഡൽഹിയിൽ ചേരി ഒഴിപ്പിക്കുന്നതിന് വേണ്ടി നഗരം സൗന്ദര്യവൽക്കരണത്തിന്റെ ഭാഗമായിട്ട് 150 ചേരി നിവാസികളെ വെടിവെച്ച് കൊന്നു. സനീഷ്, ഇത് അങ്ങനെയല്ല. ഇതൊക്കെ ചെയ്തത് ആരാണ്?
സഞ്ജയ് ഗാന്ധി ആരാണ്? ഇന്ദിരാഗാന്ധിയുടെ മകൻ. അതല്ലാതെ മറ്റെന്തെങ്കിലും അധികാര പദവിയിൽ ഉണ്ടായിരുന്ന ആളാണോ? അല്ല. ചില കാര്യങ്ങൾ വിചിത്രമായ ഒരു കാലമാണത്. അതായത് ഹർഷം പറഞ്ഞിടത്ത് തന്നെ തുടങ്ങാം. അതായത് അടിയന്തരാവസ്ഥ ഇത് അദ്ദേഹം പറഞ്ഞത് രാഷ്ട്രീയ അബദ്ധമാണെന്ന് ഞാൻ പറയുമ്പോൾ അത് ഈ സാഹചര്യത്തിൽ പറഞ്ഞതല്ലേ രാഷ്ട്രീയ അബദ്ധത്തെക്കുറിച്ചാണ് ഉദ്ദേശിച്ചത്. അതായത് ഈ RSSുമായിട്ട് സഹകരിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ പോലും അത് ചരിത്രപരമായിട്ട് തെറ്റൊന്നുമില്ല എന്ന് വിചാരിക്കുന്ന ആളാണ് ഞാൻ. കാരണം അങ്ങനെ ഒരു സഹകരണം ഉണ്ടായിട്ടുണ്ട്. അടിയന്തരാവസ്ഥ അത്രയ്ക്ക് വലിയ ക്രൂരമായിട്ടുള്ളൊരു ഏർപ്പാടായിരുന്നു എന്ന് ഹർഷൻ ഇപ്പോൾ പറഞ്ഞ ഒടുവിലത്തെ കാര്യങ്ങൾ ഞാനൊന്ന് എഴുതി വെച്ചത് വായിക്കാം. 21 മാസമാണ് അടിയന്തരാവസ്ഥ നിലനിന്നത്. 21 മാസം. അതിനകത്ത് 11 ലക്ഷം ഇന്ത്യക്കാർ അക്കാലത്ത് നിർബന്ധിത വന്ധ്യംകരണത്തിനിരയായി. എന്ന് വെച്ചാൽ കുട്ടികൾ ഉണ്ടാക്കാനുള്ള ശേഷി അത്രയും ആളുകൾ വന്ധ്യംകരണത്തിന് ഇരയായി. 1,10,000 പേര് ലോക്കപ്പ് ചെയ്യപ്പെട്ടു. 1,10,000 ആളുകളെ ഇപ്പോൾ ഭരിക്കുന്ന കേന്ദ്ര സർക്കാർ ലോക്കപ്പ് ചെയ്യുന്ന ആലോചിച്ച് നോക്കൂ. അങ്ങനെ ഉണ്ടായി. ഡൽഹിയിൽ മാത്രം അക്കാലത്ത് ഡൽഹിയിൽ ഉണ്ടായിരുന്ന 50 ലക്ഷം പേര്, ആകെ 50 ലക്ഷം പേര് അക്കാലത്ത് ഉണ്ടായിരുന്നത്. 7 ലക്ഷം പേര് ഈ പറഞ്ഞ ഇതിന് നഗരത്തിൽ അവരുടെ വീടുകളിൽ നിന്ന് പുറത്തായിപ്പോയി. 7 ലക്ഷം മനുഷ്യർ ഇന്ത്യയിൽ, ഡൽഹിയിൽ. 1,61,000 പേര് ഡൽഹിയിൽ മാത്രം വന്ധ്യംകരണത്തിന് വിധേയമായി. മിസ നിയമവും ഡിഫൻസ് ഓഫ് ഇന്ത്യ റൂൾസ് പ്രകാരവും ആ കാലത്തിനിടയിൽ 1,10,806 പേർ അറസ്റ്റ് ചെയ്യപ്പെട്ടു. എത്ര ആളാണെന്ന് ആലോചിച്ച് നോക്കൂ. ബഹുഭൂരിപക്ഷവും രാഷ്ട്രീയ നേതാക്കളാണ്. 1,273 പേരെ മാത്രം ഉൾക്കൊള്ളാൻ ശേഷിയുള്ള അന്നത്തെ തിഹാർ ജയിലിൽ 4,250 പേരെ അടച്ചിരുന്നു. 4 ഇരട്ടി ആളുകളെ. എല്ലാ ജയിലുകളിലെ സ്ഥിതി അതായിരുന്നു. അത്രക്ക് ആളുകളെ തള്ളിക്കയറ്റിയിരിക്കുകയായിരുന്നു. സ്നേഹലത റെഡ്ഡി എന്ന് പറയുന്ന നടി അക്കാലത്ത് ഈ അടിയന്തരാവസ്ഥക്കെതിരെ പറഞ്ഞതിന് എത്രക്ക് ഭീകരമായ ഇതിനെ എങ്ങനെയാണ് കൊല്ലപ്പെട്ടത് അതിനകത്ത് ജയിലിൽ കിടന്നെന്നുള്ള കാര്യം അന്ന് ആലോചിച്ചാൽ മതി. അതായത് എല്ലാവർക്കും അറിയാവുന്നതാണ്. അത് ഇത്രയ്ക്ക് ക്രൂരമായിട്ടുള്ളൊരു കാലമായിരുന്നു. ഇങ്ങനെ ക്രൂരമായൊരു കാലം ഇപ്പോൾ ഉണ്ടായാൽ ആളുകൾ എന്താ ചെയ്യുക? ആളുകൾ ഒന്നിച്ചു നിൽക്കും ആ ക്രൂരമായിട്ടുള്ള കാലത്തിനെതിരെ. ഒറ്റ കാര്യം കൂടെ സമയം അവസാനിപ്പിക്കേണ്ടതായി, പക്ഷേ എന്നാൽ ഞാൻ എഴുതിക്കൊണ്ടുവന്നുണ്ട് ഈ പുസ്തകം. അതായത് ഇതിപ്പോൾ ഹർഷൻ ക്രിസ്റ്റോഫ് ജാഫ്രലോട്ടും പ്രതിന വനിലും ചേർന്ന് എഴുതിയൊരു പുസ്തകമാണ്. ഇന്ത്യാസ് ഫസ്റ്റ് ഡിക്റ്റേറ്റർഷിപ്പ് ദി എമർജൻസി 75-77. ഇതാണ് പുസ്തകം. അതിനകത്ത് 376-ാമത്തെ പേജ് എടുക്കുക. The first of the emergency's large demonstrations was led by the CPIM's EMS Namboodiripad in Trivandrum on 7 July 1975. The RSS Kerala branch decided to follow suit. Over the next few days, nearly 2,000 of its workers were arrested in protest. ഞാൻ കണ്ടിന്യൂസ് ആയിട്ട് വായിക്കുന്നു. ആദ്യത്തെ അടിയന്തരാവസ്ഥ വിരുദ്ധ പ്രകടനം ഇന്ത്യയിൽ തന്നെ ആദ്യത്തേത് നടത്തിയത് തിരുവനന്തപുരത്ത് CPIMന്റെ EMS നമ്പൂതിരിപ്പാടാണ്. അതായത് ജൂലൈ 7-ാം തീയതിയാണ്. പിറ്റേ ദിവസം തന്നെ 2 ദിവസത്തിനകത്തുകൊണ്ട് തന്നെ അല്ലെങ്കിൽ കുറച്ച് കാലത്തിനകത്ത് തന്നെ ആ പ്രകടനം നടന്നു. RSSന്റെ കേരള ബ്രാഞ്ച് ഡിസൈഡ് ടു ഫോളോ സ്യൂട്ട്. അവർ നടത്തിയതിന് പിന്നാലെ നടത്താനാണ് അവർ തീരുമാനിച്ചത്. ഓവർ ദ നെക്സ്റ്റ് 2000 RSSകാർ അപ്പം തന്നെ അറസ്റ്റ് ചെയ്യപ്പെട്ടു. അപ്പോൾ ഇത്രക്ക് മാത്രം ക്രൂരമായിട്ടുള്ളൊരു പരിപാടി നടന്നതിനെതിരെ എല്ലാ രാഷ്ട്രീയ പാർട്ടികളും, RSS അന്നും വലിയ ശക്തി തന്നെയാണ് ആ ഭാഗങ്ങളിലൊക്കെ, കേരളത്തിലല്ല ആ ഭാഗങ്ങളിലൊക്കെ. അപ്പോൾ RSS CPIM ചെയ്ത കാര്യം തന്നെ ചെയ്തു. RSS അടിയന്തരാവസ്ഥക്കെതിരായിട്ട് ശക്തമായിട്ടുള്ള നിലപാടെടുത്ത കക്ഷിയായിരുന്നു. നമ്മൾ കാണണം, അത് തള്ളിക്കളയാവുന്ന കാര്യമല്ല. അപ്പോൾ സ്വാഭാവികമായിട്ട് ഇപ്പോൾ നമ്മൾ ഒരു സീൻ കൂടെ ആലോചിച്ച് നോക്കൂ. ഇപ്പോൾ CPIMന്റെ ഏറ്റവും വലിയ ശത്രുവായിരുന്നു നമ്മളൊക്കെ രാഷ്ട്രീയമായിട്ട് കാര്യങ്ങൾ കണ്ടു തുടങ്ങുന്ന കാലത്ത് കോൺഗ്രസ്. ഇപ്പോൾ RSS ഭരിക്കുന്നു. RSSന്റെ ബാക്കപ്പുള്ള BJP ഭരിക്കുന്നു. ഇപ്പോൾ കോൺഗ്രസും CPIMും ഇതൊരു രാഷ്ട്രീയ സാഹചര്യമാണെന്ന് കണ്ട് ഇന്ത്യ മുന്നണിയിൽ അലയൻസ് ആയിട്ടാണ് പോകുന്നത്. നാളെ ഇതുപോലൊരു അടിയന്തരാവസ്ഥ നരേന്ദ്രമോദി സർക്കാർ പ്രഖ്യാപിക്കുകയാണെങ്കിൽ ഇന്നിപ്പോൾ കേരളത്തിൽ എതിർക്കുന്ന കോൺഗ്രസുമായിട്ട് ഒപ്പം നിൽക്കേണ്ടതായ സാഹചര്യം വരും. അപ്പോൾ കോൺഗ്രസിനൊപ്പം അവരുടെ മുന്നണിയിലുള്ള വെൽഫെയർ പാർട്ടി ജമാഅത്തെ ഇസ്ലാമി കോൺഗ്രസിനൊപ്പം ഉണ്ടാകും. അപ്പോൾ CPIMും ജമാഅത്തെ ഇസ്ലാമിയും കോൺഗ്രസും ഒക്കെ ഒരു സഹകരണ പാതയിൽ വരും. രാഷ്ട്രീയം എന്ന് വെച്ചാൽ അതാത് കാലത്തിൻ്റെ സാഹചര്യങ്ങളെ മനുഷ്യർക്കും പൗരർക്കും എതിരായിട്ട് ഭരണകൂടം അതിശക്തമായിട്ട് അവരെ കൃഷി ചെയ്യുന്ന സാഹചര്യം വരികയാണെങ്കിൽ, അവരെ ആക്രമിക്കുന്ന കാലം വരികയാണെങ്കിൽ മറ്റെല്ലാ കക്ഷികളും ഒന്നിച്ചു നിൽക്കുന്നത് തന്നെയാണ് രാഷ്ട്രീയം എന്ന് പറയുക. അപ്പോൾ ഇപ്പോൾ ഞാൻ പറഞ്ഞത് ഗോവിന്ദൻ മാഷ പറഞ്ഞത് അബദ്ധമായി പോയി എന്നത് വസ്തുതയാണ്. അതെന്തുകൊണ്ടാണ് നിലമ്പൂർ തെരഞ്ഞെടുപ്പ് കാലത്ത് ഇങ്ങനൊരു ചർച്ച, ഹർഷൻ നേരത്തെ വ്യക്തമായിട്ടത് പറഞ്ഞു, ഇങ്ങനൊരു ചർച്ച ഇറക്കിവിടേണ്ട കാര്യമുണ്ടോ? ഇല്ല. എന്നാൽ പറഞ്ഞിടത്ത് ഉറച്ചു നിൽക്കാൻ പറ്റുമോ? പറ്റുകയുമില്ല. അപ്പോൾ പറഞ്ഞ വാക്കുകൾ എങ്ങനെയാണ് ഞാൻ പറയേണ്ടതെന്ന് അദ്ദേഹം ആലോചിക്കേണ്ടതായിരുന്നു. അത് അദ്ദേഹത്തിന് പറ്റി. പക്ഷേ നമ്മൾ രാഷ്ട്രീയ നിരീക്ഷകരും രാഷ്ട്രീയ പഠിതാക്കളും ഈ CPIMും RSSും സഹകരിക്കേണ്ടതായിട്ടുള്ള ഒരു അതിക്രൂരമായിട്ടുള്ള രാഷ്ട്രീയ സാഹചര്യം. CPIMും ഇപ്പോൾ കഴിഞ്ഞ ദിവസം കണ്ടില്ലേ, ഒരു കടുവയോ പുലിയോ ഒരു കിണറ്റിൽ വീണു. അപ്പുറത്തൊരു പട്ടിയും കിടക്കുന്നുണ്ട്. ഒരു കിണറ്റിൽ വീണ് കിടക്കുകയാണ്. ഈ കടുവ പുലി പട്ടി ആക്രമിക്കുകയല്ല ചെയ്യുന്നത്. യഥാർത്ഥത്തിൽ പുറത്താണെങ്കിൽ അവരുടെ ഭക്ഷണമാണ്. കടുവയിലേക്ക് പോയത്. അപ്പോൾ അവർ രണ്ടുപേരും അപ്പോൾ കുഴിയിൽ വീണാൽ നമ്മുടെ ജനാധിപത്യ സമൂഹം ആകെ കുഴിയിൽ വീണ് കിടക്കുമ്പോൾ അതുവരെ ജനാധിപത്യ സമൂഹത്തിൽ ശത്രുക്കളായി നിന്ന ആളുകൾക്ക് എങ്ങനെയെങ്കിലും ഈ കുഴിയിൽ നിന്ന് കരകയറുക എന്നുള്ളതാണ് കാര്യം. അപ്പോൾ അങ്ങനെ ഒരു സാധാരണ തരത്തിൽ എന്തെങ്കിലും തെറ്റുണ്ടെന്ന് ഞാൻ കാണുന്നത്. സഞ്ജയ് ഗാന്ധിയുടെ കാര്യം ഒന്നുകൂടി ഓർമ്മിപ്പിച്ചു പോകണമല്ലോ. കാരണം സനീഷ് ഒന്ന് ആലോചിച്ചു, വേറൊരു അധികാരവും ഇല്ല. സഞ്ജയ് ഗാന്ധി ആരാണ്? ഇന്ദിരാഗാന്ധിയുടെ മകനാണ് എന്നുള്ളതിന്റെ പേരിൽ മാത്രമാണ് ഈ പരിപാടിക്ക്, ഈ അക്രമങ്ങൾക്ക് മുഴുവൻ നേതൃത്വം കൊടുക്കുന്നത്. AK ആന്റണി ചോദിച്ചു,
നിങ്ങൾ ഈ രാജ്യത്തിന് വേണ്ടി എന്തെങ്കിലും ത്യാഗം ചെയ്തിട്ടുണ്ടോ എന്ന് എന്താണ് സഞ്ജയ് ഗാന്ധിയോട് ചോദിക്കുന്ന സ്ഥിതി ഉണ്ടായി ഈ പാർട്ടിക്കുള്ളിൽ നിന്ന് തന്നെ. അപ്പൊ അതുകൊണ്ട് ഇതൊക്കെ എല്ലാവരും എന്തായാലും ഇപ്പോഴത്തെ കാലത്തൊന്ന് ആലോചിച്ചു. അതായത് മനുഷ്യരുടെ പ്രത്യുൽപാദന ശേഷിയെ നിർബന്ധിതമായിട്ട് പിടിച്ചുകൊണ്ടുപോയിട്ട് ശസ്ത്രക്രിയ ചെയ്ത് ഇല്ലാതാക്കുക. ഈ കാലത്തൊന്ന് ആലോചിച്ച് നോക്കി. ടാർഗറ്റ് കൊടുത്തിട്ട് ഇതിന് നേതൃത്വം കൊടുക്കാത്ത ഉദ്യോഗസ്ഥർക്കെതിരെ അവരുടെ ശമ്പളം തടഞ്ഞു വെക്കുക, അതുപോലുള്ള നടപടികൾ. ഇനി സർക്കാർ ഉദ്യോഗസ്ഥർ അല്ലാതെ തന്നെ നിർബന്ധിതമായി മദ്യകരണത്തിന് വിധേയരായിരിക്കണം. ഇങ്ങനെ എന്തെല്ലാം വിചിത്രമായ മറ്റ് 3 വിഷയങ്ങൾ കൂടിയുണ്ട്. നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് പ്രചാരണത്തിൽ പൊതുവിൽ ഇടതുപക്ഷത്തിന് ഒരു മേൽക്കൈ കിട്ടിയിരുന്നു. കോൺഗ്രസ് ക്യാമ്പിൽ നിന്ന് വീണ് കിട്ടിയ വിവാദ പ്രസ്താവനകളിലേക്ക് ചർച്ചകൾ കേന്ദ്രീകരിപ്പിക്കാനും അങ്ങനെ ഇടത് നിശ്ചയിച്ച അജണ്ടകളിലേക്ക് തെരഞ്ഞെടുപ്പ് പ്രചാരണം തിരിക്കാനും അവർക്ക് കഴിഞ്ഞു. പക്ഷേ പരസ്യ പ്രചാരണം അവസാനിച്ചതിന് ശേഷം പുറത്തു വന്ന അഭിമുഖത്തിൽ ഏറ്റവും മുതിർന്ന നേതാക്കളിൽ ഒരാൾ പഠിക്കൽ കലമുടക്കം വിധം പെരുമാറി എന്നതാണ് ഉയർന്ന ആക്ഷേപവും കൗതുകകരമായ കാര്യവും. നിലമ്പൂർ വിഷയത്തിൽ എം സ്വരാജോ ആര്യാടൻ ഷൗക്കത്തോ വിജയിക്കുകയോ പരാജയപ്പെടുകയോ ചെയ്യാം. എന്നാൽ എം വി ഗോവിന്ദൻ നടത്തിയ പ്രസ്താവന കേരളത്തിന്റെ രാഷ്ട്രീയ മണ്ഡലത്തിൽ ദീർഘകാലം ചർച്ച ചെയ്യപ്പെടും എന്ന കാര്യത്തിൽ തർക്കമേയില്ല. അടുത്ത വിഷയത്തിലേക്ക്